ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഹെഡ്മിയിലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ ഇന്നലെ ഞാൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ്. റാഗി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. റാഗി എന്ന് പറയും, മുത്താറി എന്ന് പറയും, കൂരകം എന്ന് പറയും, പഞ്ഞിപ്പുല്ലെന്ന് പറയും. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഏത് പേരാണോ അത്. ഓൾറെഡി ഞാൻ റാഗി കൊണ്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞ് ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസ് ഹെൽത്തി ആയിട്ടുള്ളതല്ലേ, ഇതുപോലുള്ള വേറെ റെസിപ്പി വേണമെന്ന്. അപ്പോൾ ഇന്നത്തേതും അതുപോലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു ജ്യൂസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെന്താണ് പറയുന്നത്, ഒരു പായസം പോലെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പുഡിംഗ് പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ലാസ്റ്റ് ഞാൻ റാഗിയുടെ വീഡിയോ ഇട്ടതിൽ നിങ്ങൾ തന്നെ ഒരു പേരിട്ടോളാൻ പറഞ്ഞിരുന്നു. കാരണം ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഐഡിയ വെച്ച് ചെയ്യുന്ന റെസിപ്പികളാണ്. അപ്പോൾ രണ്ടുപേര് എനിക്കത് കമന്റ് ഇട്ടു, അത് കർണാടകക്കാരുടെ സ്പെഷ്യൽ ആണെന്ന്. പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ എനിക്കും അതിശയം തോന്നി. നമ്മളുടെ തലയിൽ വരുന്ന ഓരോ ഐഡിയാസ് വെച്ച് ചെയ്യുന്നു, അത് മറ്റുള്ള നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഡിഷുകളാന്ന് കേൾക്കുമ്പോൾ ഭയങ്കര അതിശയം തോന്നി. അപ്പോൾ ഇതും ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഈ ഡിഷ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ. ഞാനിവിടെ ഈ ഗ്ലാസ്സിന് അര ഗ്ലാസ് റാഗി ഒരു അരമണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർത്തതാണിത്. അങ്ങനെ കുതിർത്ത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ കുതിർത്തിടാം. അല്ലെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ കഴുകിയെടുത്ത് നമുക്ക് അരച്ചെടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു വേണം അരച്ചെടുക്കാൻ. ഇത് ഒരു പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നുകൂടെ അരച്ചെടുത്തിട്ട് രണ്ടാമതും അരിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഇതിൽ വെള്ളം ചേർക്കാം. ഇതേ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒത്തിരി കട്ടിയും വേണ്ട, എന്നാൽ ഒത്തിരി ലൂസുമല്ല. കാരണം ഇതൊന്ന് ചൂടാകുമ്പോൾ കട്ടിയായി തുടങ്ങും. അപ്പോൾ വെള്ളം കൂടിപ്പോയല്ലോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ ഈ സ്പൂണിന് ഒരു 2 സ്പൂൺ സാബുദാന, അതായത് ചവ്വരി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട ശേഷം ഊറ്റി വെച്ചിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ റാഗിയൊക്കെ അരയ്ക്കാൻ തുടങ്ങിയത്. അത്രയും സമയം കൊണ്ട് അത് കുറച്ചൊന്ന് കുതിരും. നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനു വേണ്ടിയാണ്. അപ്പൊ ഞാനിപ്പോൾ ഒത്തിരി നേരം ഒന്നും കുതിർത്ത് വെച്ചില്ല. നമുക്ക് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ ഒത്തിരി നേരം കുതിർത്ത് വെക്കഞ്ഞുകൊണ്ട് അല്പം ടൈം എടുക്കുമേ ഇത് വേവാൻ. ഇപ്പൊ ഏകദേശം വെന്ത് കഴിഞ്ഞാലാണ്, അത് അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇത് കണ്ണുപോലെ ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് പരുവം. ചവ്വരി വെന്തു, നമുക്ക് മാറ്റാം. ഇനി പാൻ വെച്ച ശേഷം എടുത്തു വെച്ചിരിക്കുന്ന റാഗി ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ കൂട്ടിയിടണ്ട, മീഡിയം തീയിലിട്ടാൽ മതി. എന്നിട്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടി കട്ടി പിടിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ്. നിങ്ങൾക്ക് ശർക്കര ചേർക്കാം, ചക്കര വേണമെങ്കിൽ ചേർക്കാം, പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. നിങ്ങൾക്ക് എത്രയും മധുരം വേണോ അതനുസരിച്ച് ചേർക്കാം. ഇത് നല്ല ശർക്കരയാണ്, കല്ലും മണ്ണും ഒന്നുമില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇട്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ ലേശം വെള്ളമൊഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുത്ത ശേഷം അരിച്ച് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. അതിനുശേഷം ലേശം ഉപ്പ് കൂടി ചേർക്കാം. ഇതൊന്ന് ചെറുതായിട്ട് കുറുകി വരണം. അതായത് ഭയങ്കരമായിട്ട് കട്ടിയാവരുത്. ഇത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം കുറുകി തുടങ്ങി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ഗ്ലാസ് പശുവിൻ പാലാണ്. കാച്ചിയ പാലോ കാച്ചാത്ത പാലോ ഏത് വേണമെങ്കിലും എടുക്കാം. പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അത് ഇങ്ങനെ ഒഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ റാഗി അരയ്ക്കത്തില്ലേ, അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള തേങ്ങയിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതി. ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇപ്പോൾ പാല് ചേർക്കുന്നത്. അപ്പോൾ അതിന്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സാബുദാന, അതായത് ചവ്വരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്കായും കറുകപ്പട്ടയും കൂടി പൊടിച്ചത്. ഈ പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മൾ റാഗി അരയ്ക്കുമ്പോൾ അതിൽ ഇട്ട് അരച്ചാലും മതി. ഇനി ഇത് എത്രയും കുറുക്കണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഇത്രയും കുറുക്കാതെ ലൂസായിട്ട് വേണമെങ്കിൽ ജ്യൂസ് പോലെ കുടിക്കണമെങ്കിൽ അങ്ങനെയും ആവാം. ഒരു കുറുക്ക് പോലെ കുടിക്കണമെങ്കിൽ അങ്ങനെ ആവാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും ഇച്ചിരി ലൂസായിട്ട് വേണം ഇത് ഓഫ് ചെയ്യാൻ. കാരണം റാഗി എന്ന് പറയുന്നത് ഇരുന്ന് കഴിയുമ്പോൾ നന്നായിട്ട് അത് കുറുകുന്നതാണ്, അതായത് കട്ടിയാവും. അപ്പൊ നിങ്ങൾക്ക് ഏത് പരുവത്തിനാണോ വേണ്ടത് അതനുസരിച്ച് പാലിന്റെ അളവ് വേണമെങ്കിൽ കൂട്ടാം, വെള്ളത്തിന്റെ അളവ് വേണമെങ്കിൽ കൂട്ടാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാമാണ് ചേർക്കുന്നത്.
ബദാം, മുന്തിരി, അണ്ടിപ്പരിപ്പ് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇടണമെന്ന് നിർബന്ധവും ഇല്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പൊ ഞാൻ ഈ പരുവത്തിൽ ഓഫ് ചെയ്യുകയാണ്. ഞാൻ ചൂടോടെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലേശം തണുപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുടിക്കാം. പക്ഷെ തണുപ്പിക്കുമ്പോൾ ഇത് കുറച്ച് കട്ടിയാവും. ഞാൻ പറഞ്ഞല്ലോ, ഇരിക്കുന്തോറും കട്ടിയാവും. അപ്പോൾ നിങ്ങൾ കുടിക്കാൻ എടുക്കുമ്പോൾ ഇത് കട്ടിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് പാലൊഴിച്ച് ലൂസാക്കിയാൽ മതി. ഞാനിവിടെ സെർവ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഏത്തപ്പഴം ഉണ്ടായിരുന്നു, അതുകൂടി ഇട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇതിൽ ഇടണമെങ്കിൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാ. നമ്മുടെ ഒരു നേരത്തെ ആഹാരമായിട്ട് തന്നെ ഇത് കഴിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ കമന്റ് ഇടാനും മറക്കരുത്. പലരുടെയും കമന്റ് എനിക്ക് വരുന്നുണ്ട്, ചേച്ചി എന്താ ഇപ്പൊ വീഡിയോ ഇടാത്തേന്ന്. ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്, ദയവ് ചെയ്ത് നിങ്ങളതൊന്നും ചെക്ക് ചെയ്യണേ. അപ്പൊ അതൊക്കെ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.